എല്ലാവർക്കും നമസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ബന്ധുജന ശബ്ദം എന്ന പ്രതിവാര പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു നിമിഷം മൗന പ്രാർത്ഥന. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നാം ഓരോരുത്തരും ഏതെല്ലാം വിധത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നറിയുന്നതിന് നമ്മുടെ ബന്ധുക്കളിലൂടെയും കുടുംബാംഗങ്ങളിലൂടെയും അവരവരുടെ ശബ്ദത്തിലൂടെ അറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അതിനായി BSSൻ്റെ ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രൻ സാറിൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് ബന്ധുജന ശബ്ദം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് BSSൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധുവിൻ്റെ സഹോദരനും കെൽട്രോണിൽ നിന്ന് ഡെപ്യൂട്ടി എഞ്ചിനീയറായി വിരമിച്ച ശ്രീ അജയകുമാർ TS ആണ്. അദ്ദേഹം ഒരു ഗായകനാണ്. 50ഓളം സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. BSSൻ്റെ ഗാനസദസ്സിലെ സ്ഥിരം ഗായകൻ കൂടിയാണ്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. വൈസ് മെൻ ഇൻ്റർനാഷണൽ എന്ന ചാരിറ്റി സംഘടനയിലെ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് BSSൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീമതി ശ്രീലതയാണ്. ശ്രീലതയ്ക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BSSൻ്റെ ദേശീയ ചെയർമാൻ ശ്രീ ബാലചന്ദ്രൻ സാറിനെയും ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു മാഡത്തെയും എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി BSSൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവർകളെ ക്ഷണിക്കുന്നു. ആദരണീയനായ BSSൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ബന്ധുജന ശബ്ദം എന്ന ഒരു പുതിയ ആശയം, ഒരു പുതിയ പരിപാടി ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ആവിഷ്കരിച്ച അതിൻ്റെ ആ പരിപാടി ഇന്നിവിടെ നടത്തുന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ എല്ലാവരും സന്നിധരായിരിക്കുന്നത്. ബന്ധുജന ശബ്ദം എന്നുദ്ദേശിക്കുന്നതിൻ്റെ പിന്നിലെ വളരെയധികം മൊറാലിറ്റിയുള്ള വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ പരിപാടിയിലൂടെ. നമ്മുടെ നാട്ടിൽ, രാജ്യത്തും വ്യത്യസ്തങ്ങളായ തൊഴിലിടങ്ങളും തൊഴിൽ മേഖലകളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും അതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനത്ത് വളരെയധികം ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായ തൊഴിലിടങ്ങളിലെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അവർക്ക് അവരുടേതായ ആശയവും ആദർശങ്ങളും പ്രത്യയ ശാസ്ത്രത്തിലുള്ള വിശ്വാസങ്ങളും ഉണ്ടായിരിക്കും. അവരുടെ ആശയങ്ങളും ആദർശങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ് അവർ ആ സ്ഥാപനങ്ങളിലെയും അവിടുത്തെ പ്രവർത്തകർക്കും നൽകി വരുന്നത്. അത്തരം ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തകരായാലും പ്രസ്ഥാനങ്ങളായാലും അവർ ഉൾക്കൊള്ളുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു ഇംപ്രഷൻ, അവരിൽ ഉണ്ടാകുന്ന ഒരു ഇംപ്രഷൻ
അവരിലുണ്ടാകുന്ന ഒരു സ്വഭാവ രൂപീകരണം. ആ സ്വഭാവ രൂപീകരണം വ്യക്തികളിൽ പ്രകടിതമാകുന്നത് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, ആദ്യമായി അവരുടെ കുടുംബത്തെ തന്നെയാണ് അത് കൂടുതലും ആ ഇമ്പാക്റ്റ് ബാധിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളും മറ്റും നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മളതൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കുടുംബത്തിനോടാണ്. അതാണ് നമ്മുടെ ഒരു ഇമ്പാക്റ്റ് അവർ നമ്മെ തിരിച്ചറിയുന്നത്. ഇന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്, ആ തൊഴിലിടത്തിലെ ഒരു തൊഴിലാളിയാണ് എന്നൊക്കെ അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് അത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. BSSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ വേറിട്ട ഒരു പ്രവർത്തന ശൈലിയാണ് BSSന് ഉള്ളത്. അതിൻ്റെ നേതൃത്വസ്ഥാനത്തിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ അതൊക്കെ BSSലെ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും പകർന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാറും ഡയറക്ടർ മഞ്ജു ശ്രീകണ്ഠനും ചന്ദ്രമോഹൻ സാറും മറ്റ് മുതിർന്ന തലപ്പത്തുള്ള വ്യക്തിത്വങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്. അതിനൊക്കെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് BSSന് ഒരു പ്രത്യേക കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. നമ്മുടെ ഓഫീസിൽ, ഞാൻ ഫ്രണ്ട് ഓഫീസിലാണ്, ദിവസവും രാവിലെ എല്ലാ പ്രവർത്തകരും വന്ന് കയറുമ്പോൾ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ BSSൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരത് സേവക് സമാജിനെ വിഭാവനം ചെയ്ത് സൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോ, ഗുൽസാരിലാൽ നന്ദയോടൊപ്പം ഇരുന്ന് സൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോയുടെ മുകളിൽ BSS വർക്കേഴ്സ് കോഡ് ഓഫ് കോണ്ടാക്ട് ഫോർ BSS വർക്കേഴ്സ് എന്ന ഒരു ഫോട്ടോ, ഒരു ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ അവിടെയുണ്ട്. അതിനെ എല്ലാവരും നമസ്കരിച്ചിട്ടാണ് നമ്മുടെ ഓഫീസിലേക്ക് കയറി പോകുന്നത്. ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് പലപ്പോഴും ഞാനുൾപ്പെടെ അതിനെ വന്നിച്ചിട്ടാണ് എൻ്റെ സീറ്റിലിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ കോഡ് ഓഫ് കോണ്ടക്റ്റിന് വളരെ മഹനീയമായ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ആ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ നിന്ന്. ഇൻറ്റഗ്രിറ്റി, ലോയൽറ്റി, സെൽഫ്ലെസ് സർവീസ്, പീസ്ഫുൾ കോണ്ടാക്ട് ആൻഡ് ഇക്കണോമിക് ലിവിങ്. ഈ 5 കാര്യങ്ങൾ, ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ആത്മാഭിമാനം, മറ്റൊരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാതെ, നമ്മുടെ ആത്മാഭിമാനത്തിനും ക്ഷതമേൽക്കാതെ നോക്കിക്കണ്ട് ജീവിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു ആശയമാണ്. ലോയലിറ്റി ടു ദ നേഷൻ.
ഏത് പ്രതിസന്ധിയിലും അറ്റ് എനി കോസ്റ്റ് രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിക്കുന്ന ഒരു മനോഭാവം. സെൽഫ്ലെസ് സർവീസസ്. സെൽഫ്ലെസ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളായിരുന്നാലും സാമ്പത്തികമായ അസ്വസ്ഥതകളായിരുന്നാലും ഏത് തരത്തിലുള്ള അസ്വസ്ഥതകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തരുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമാകുന്ന ഒരു കർമ്മപരിപാടി, അതിനെ അറ്റ് എനി കോസ്റ്റ് അത് ഭംഗിയായി അർപ്പണത്തോടുകൂടി സത്യസന്ധമായ രീതിയിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ആ ഒരു സെൽഫ്ലെസ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പീസ്ഫുൾ കോണ്ടാക്റ്റ്. ഈ സെൽഫ്ലെസ് സർവീസസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ അടുത്ത കാലത്ത് അതിനൊരു ഉദാഹരണമാണ്, ചെറിയൊരു ഉദാഹരണം. നമ്മുടെ BSSൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ ഈ അടുത്ത കാലത്ത് പൊള്ളലേറ്റ് വളരെ വളരെ വേദനാജനകരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. അവർ അതൊക്കെ സഹിച്ചുകൊണ്ട് ദിവസവും ഓഫീസിൽ വരികയും അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുകയും അതിലൊരു കുറ്റമോ പരാതിയോ വീഴ്ചയോ കാണാതെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ്. അവിടെ അവരുടെ സെൽഫ്ലെസ് സർവീസസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാ അംഗങ്ങളും എൻ്റെ കാഴ്ചപ്പാടിൽ അത്തരം പ്രവർത്തകർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പീസ്ഫുൾ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടപെടലുകൾ ഇവിടെ നമ്മുടെ ഓഫീസിലും BSSൻ്റെ പ്രവർത്തകരുടെ ഇടയിലും ഞാനത് കണ്ടുവരുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ ഉണ്ടായാൽ നിശബ്ദമായി അതിനെ ആത്മസംയമനം ചെയ്യുന്നത് പോലെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരം ക്വാളിറ്റീസ് നമ്മുടെ പ്രവർത്തകർ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് BSSൽ പ്രവർത്തിക്കുന്ന BSSൻ്റെ നമ്മുടെ സിന്ധു പറയുന്നത് പോലെ കർമ്മനിരതരായ പ്രവർത്തകർ, അവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും. ആ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയുവാനാണ് നമ്മളിവിടെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇന്ന് BSSൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധുവിൻ്റെ ജ്യേഷ്ഠനാണ് ശ്രീ TS അജയകുമാർ. അദ്ദേഹം എൻ്റെ നെയ്ബറാണ്. അദ്ദേഹം കെൽട്രോണിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. നല്ലൊരു ഗായകനാണ്. ഞങ്ങളുടെ റെസിഡൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ഇന്ന് സിന്ധുവിനെക്കുറിച്ച് അല്ലെങ്കിൽ സിന്ധുവിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വിശദീകരിക്കുവാൻ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തി. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. അദ്ദേഹത്തിനെ ഇവിടെ ഗാനസദസ്സിലേക്ക് ക്ഷണിച്ചത് ഞാനാണ്. അദ്ദേഹം ഇവിടെ പാടാൻ വരുന്നുണ്ട്. സിന്ധുവിനെക്കുറിച്ചുള്ള ഇമ്പാക്റ്റ് കേൾക്കുവാൻ നമ്മളെല്ലാം കാതോർത്തിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ BSSൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാറിനെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി അജയകുമാർ സാർ, രഞ്ജിനി, TP വിനോദ്, ഭാരതീയ സമാജിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ BS ബാലേന്ദ്രൻ സാർ, മഞ്ജു, നിബു, ബാക്കി BSSൻ്റെ എൻ്റെ സഹപ്രവർത്തകരെ, നമുക്കറിയാം ഇപ്പോൾ 3-4 ആഴ്ചയിലത്തെ പരിപാടി കഴിഞ്ഞു. ബന്ധുജന ശബ്ദം എന്ന പേരിൽ ഇത് ആശയം സാർ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ
ഒരു നല്ല ആശയമാണെന്ന് തോന്നുന്നില്ല. എങ്ങനെ പ്രാവർത്തികമാക്കും, എല്ലാവരുടെയും ബന്ധുജനങ്ങൾ വരുമോ, എങ്ങനെ അവർ സംസാരിക്കും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ആഴ്ചയിൽ മാറി നിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ബന്ധുക്കളുടെ ഒരു വരാനുള്ള താമസമൊക്കെ കൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ ഓരോ ആഴ്ചയിൽ ഇത് ഭംഗിയായി നടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ പരിപാടി കൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, ഭാരതീയ സമാജിൽ കൂടെ നമ്മൾ നടപ്പിലാക്കുന്ന പ്രവർത്തികൾ, സമൂഹത്തിന് ധാരാളം പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് നേടിയാലും നമ്മൾ വീട്ടിൽ ഒന്നും അക്നോളജ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതെല്ലാം തന്നെ വെറുതെ ആവും. അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ അക്നോളജ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതെല്ലാം വെറുതെ ആവും. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മൾ ഇന്നത് ചെയ്തു, നമ്മളങ്ങനെ ഇത്രയും വർഷക്കാലമായി ജോലി ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യുന്നു എന്ന്. പക്ഷെ തിരിച്ച് സമൂഹം അത് ഏറ്റെടുക്കുകയും നമ്മളത് ചെയ്തിട്ടുണ്ടെന്ന് സമൂഹം അക്നോളജ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുജനങ്ങൾ നമ്മളെപ്പറ്റി അങ്ങനെ പറയുകയും ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു സംതൃപ്തി തരികയും ചെയ്യുന്നത്. ഇതൊരിക്കലും നമ്മളാരും ചിന്തിച്ചിട്ടുള്ള ഒരു ആശയമല്ല, ഒരിക്കലും എവിടെയും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സാറിൻ്റെ ഒരാശയം പോലെ പെട്ടെന്ന് വന്ന ഒരാശയം ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരാശയമാണ്. ഒരു തൊഴിലിടത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള ഇതുവരെ എൻ്റെ അറിവിലില്ല, നമ്മളാരും കേട്ടിട്ടുമില്ല. പക്ഷേ ഇത് ഓരോ പ്രാവശ്യവും കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം ഓരോ പ്രാവശ്യവും ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ബന്ധുജനങ്ങൾ നമ്മളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ബന്ധു ആ പ്രത്യേകമുള്ള വ്യക്തി മാത്രമല്ല, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ തന്നെ അറിയാത്ത പല കാര്യങ്ങളും ആ വ്യക്തിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതൊരു നമ്മളെ തന്നെ ഒരു തിരിഞ്ഞു നോട്ടോ മനസ്സിലാക്കലോ ഒക്കെയാണെന്ന് പറയാം. ഇന്നിവിടെ വിലയിരുത്തപ്പെടുന്നത് ശ്രീമതി സിന്ധു മധുവിനെയാണ്, BSSൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായ. സിന്ധുവിനെ പറ്റി പറയുമ്പോൾ ഞാനും സിന്ധു ഏകദേശം ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഭാരതീയ സമാജിൽ വന്നതെന്ന് തോന്നുന്നു, 1994. അപ്പം എൻ്റെ മോളന്ന് കുഞ്ഞ് 2 വയസ്സ് കഷ്ടിച്ചൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പം സിന്ധു ഞാൻ വന്നു കഴിഞ്ഞാൽ സാറ് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ സിന്ധുവിനെ ടൈപ്പ് ചെയ്യാൻ സിന്ധുവിനെ വിളിക്കൂ എന്ന് പറഞ്ഞ് സിന്ധു വരികയും, അന്നത്തെ സിന്ധു എന്ന് പറയുമ്പോൾ ഒരു 32 വർഷം പുറകോട്ടുള്ള സിന്ധു ആണെന്ന് വരുന്നത്. സിന്ധുവിൻ്റെ സ്വഭാവത്തിലും ജോലിയിലും അതുപോലെ തന്നെ എല്ലാത്തിലും തന്നെ വ്യത്യാസമാണ്. 30 വർഷം പുറകോട്ട് പോകുമ്പോൾ എങ്ങനെയായിരുന്നു സിന്ധു, ഞാനും അങ്ങനെ തന്നെയാണ്. 30 വർഷം പുറകോട്ട് പോകുമ്പോൾ എല്ലാവരും വളരെ വ്യത്യാസമുള്ള വ്യക്തികളാണ്. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ സിന്ധുവിന് വന്നിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിന്ധുവിൻ്റെ ഞാനത് പറയുന്നത് ശരിയല്ല, കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് പറയേണ്ടത്. എന്നാലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കണമെന്നുള്ളൊരു വാശിയും, അത് സിന്ധുവിൻ്റെ അറിയാൻ മേലാത്ത കാര്യമാണെങ്കിലും ആരോട് ചോദിച്ചാണെങ്കിലും അത് പഠിച്ചെടുത്ത് അതുകൊണ്ട് നമ്മളെ കാണിക്കുക. സാറിനായാലും ഇപ്പം ഞാൻ കൊടുക്കുന്ന ജോലിയായിരുന്നു, സാറ് കൊടുക്കുന്ന ജോലിയായാലും അത് ഞാൻ ചിലപ്പോഴൊക്കെ പറയും, സിന്ധു ഗുരുദക്ഷിണ വയ്ക്കണം. പലതും ആദ്യമൊക്കെ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ നേരം സിന്ധുവിന് അറിയാൻ മേലെങ്കിലും സിന്ധു അത് എവിടെയെങ്കിലും പോയി പഠിച്ച് ആ ചാർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് വിജയിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് മുഴുവൻ ടൈപ്പിങ് സിന്ധു തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പം രാത്രി 2:30 മണിക്ക് വരെ പോയിട്ടുള്ള ദിവസമുണ്ട് സിന്ധു ഓഫീസിൽ നിന്ന്. അപ്പോൾ ആ രീതിയിൽ സിന്ധു മാറ്റപ്പെട്ടത് ആദ്യം വന്ന സിന്ധു അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായ ഭാരതീയ സമാജിൽ വന്നതിൽ നിന്നുണ്ടായ വ്യത്യാസമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ധാരാളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹം തന്നെ പറയട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇന്നിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ചടങ്ങ് എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. സംസാരിക്കുന്നതിനായി അജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറേ പേർക്കൊക്കെ ഞാൻ പാടാൻ വരുന്നതുകൊണ്ട് എന്നെ അറിയാമെന്ന് തോന്നുന്നു. BSSൻ്റെ ബന്ധുജനശബ്ദം എന്ന പരിപാടി, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ ഇവിടുത്തെ എൻ്റെ സഹോദരിയുടെ ചേഞ്ച് എങ്ങനെയാണെന്ന് പറയണം. അതാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ ചേഞ്ച് ആദ്യം പറയുമ്പോൾ ഇതിൻ്റെ നെടും തൂണായ ബാലേന്ദ്രൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് ചേട്ടനെന്ന് സംബോധന ചെയ്യുന്നു. സാറെന്ന് വിളിക്കുമ്പോൾ ഒരു അകലം വരും, അതുകൊണ്ട് അദ്ദേഹത്തിനെ ചേട്ടനെന്ന് വിളിക്കുന്നു. അദ്ദേഹം ഞാൻ കൊച്ചിലെ പഠിക്കാൻ ഈ വഴയില ഭാഗത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഈ കതറൊക്കെ ഇട്ട് ഇങ്ങനെ അദ്ദേഹം കൊച്ചിലായൻ സാറ് ഇവരൊക്കെ ഇങ്ങനെ നടന്നു വരും. അപ്പോൾ
ഖദറിന് ഇന്നത്തേതിനേക്കാളും വിലയുള്ള ഒരു സമയമായിരുന്നത്. അപ്പോൾ ചേട്ടനെയൊക്കെ ഞാൻ ഒരു ആരാധനയോടുകൂടിയാണ് നോക്കുന്നത്, അന്നത്തെ കോൺഗ്രസ്സുകാർ. പിന്നെ ചേട്ടൻ്റെ ഈ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗങ്ങളൊക്കെ എനിക്ക് കുറച്ചേ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. പക്ഷേ അന്ന് തന്നെ എനിക്ക് ചേട്ടൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരുപാട് പോയിൻറ്റുകൾ പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇദ്ദേഹത്തിനൊരു ബുക്ക് എഴുതാം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ആത്മകഥ എഴുതുന്നു. നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് രാമായണം തന്നെ എഴുതിയെന്നാണ്. അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു. രാമായണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്. നമുക്ക് എത്ര പേർക്ക് രാമായണം നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് എന്തറിയാം രാമായണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് അപാരമായ ഒരു നോളജ് ഉള്ളതുകൊണ്ടാണ് അതിന് മുതിർന്നത്. പിന്നെ ഞാൻ പ്രാസംഗികനൊന്നുമല്ല, അതുകൊണ്ട് കുറച്ച് പോയിൻറ്റ്സൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. BSNനെ കുറിച്ച് അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ന് ഇതിൻ്റെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പേർക്ക് അദ്ദേഹം ജോലി കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. എത്ര പേർക്കാണ് ജോലി കൊടുത്തത്. വളരെ പണ്ട് 30 വർഷം മുമ്പ് എൻ്റെ കൊച്ചച്ഛനിങ്ങനെ വന്ന് എൻ്റെ മകൾക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ജോലി കൊടുത്തു. അതിൽ നിന്ന് തന്നെ അവൾ ഒരുപാട് വളർന്നു. സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട്. പിന്നെ മൈക്രോ ഫിനാൻസ്, പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ഈ തമ്പാൽ സാറ് ഞാനായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് തമ്പാൽ സാറിനെ ഒരിക്കൽ ഇങ്ങനെ കാണാൻ പോയി. തമ്പാൽ സാറ് ഞാനും കൂടെ ഒരു ആശ്രമത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ തമ്പാൽ സാറിനെ കാണാനായിട്ട് ഞാനിങ്ങനെ ജനശ്രീയുടെ ഓഫീസിൽ പോകുന്നു. അപ്പോഴാണ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടത്. അപ്പോഴാണ് തമ്പാൽ സാറ് പറയുന്നത് ഇതിൻ്റെ സാരഥികളിൽ ഒരാളാണ് ബാലേന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഭാര്യയെ നഷ്ടപ്പെടുന്നു. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം വൈഫ് ഹോസ്പിറ്റലിൽ കൂടുതലായി കിടക്കുമ്പോൾ കൃഷ്ണൻകോവിലിൽ പൂക്കളുമായി വിഷമത്തോടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് വലയിലുള്ളത്. അപ്പം എൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ മാർക്സിസ്റ്റിൻ്റെ കോട്ടയാണ്. ചേട്ടൻ ഇങ്ങനെ പോകുമ്പോൾ പറയും, നീ ഭയങ്കര കോൺഗ്രസ്സുകാരനാണല്ലടാ എന്നൊക്കെ പറയും. ചേട്ടൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിട്ടു. ഇന്ന് ചേട്ടൻ വളരെ ഉയർന്ന നിലയിലാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കോവിഡിൻ്റെ സമയത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ശമ്പളമില്ല, അല്ലെങ്കിൽ പകുതി ശമ്പളം. ഇവിടെ ചേട്ടൻ എല്ലാവർക്കും അത്രയും ദിവസം തന്നെ ശമ്പളം, ഫുൾ ശമ്പളം കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളെ കാണപ്പെട്ട ദൈവം ആണ് ചേട്ടൻ. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വളരെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് അറിഞ്ഞത് റിട്ടയർമെൻ്റ് ഇല്ല എന്നാണ്. റിട്ടയർമെൻ്റ് ഇല്ല എന്ന് പറയുന്നതിൽ അപ്പുറം ഭാഗ്യം. ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് 58 വയസ്സിലാണ് എൻ്റെ റിട്ടയർമെൻറ്റ്. എനിക്ക് റിട്ടയർമെൻ്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പകുതി ശമ്പളത്തിൽ വർക്ക് ചെയ്യാൻ വരും. അത്ര സന്തോഷമാണ്. റിട്ടയർമെൻറ്റിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കത് അനുഭവിക്കേണ്ടി വരില്ല. വളരെ വൈഷമ്യമാണ്. നമ്മുടെ ദിനചര്യകൾ മാറുന്നു. ഇപ്പം ഞാൻ കെൽട്രോണിൽ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ട്രാൻസ്പോർട്ട് ഓഫീസിലുള്ളതുപോലെ ബസ് കമ്പനി ബസ് പേരിൽ കൂടെ വരും.
കയറുക, ഉച്ചയ്ക്ക് ഫ്രീ ഊണ് കിട്ടും, വൈകുന്നേരം വരും, കൂട്ടുകാരുമായിട്ട് കളിച്ചിരിക്കുക, ജോലി ചെയ്യുക. ഒരു കൃത്യമായ ഒരു ദിനചര്യ നമുക്കുണ്ട്. പക്ഷേ പെൻഷനാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരും. സുഹൃത്തുക്കളെ കാണാൻ പറ്റില്ല, നമ്മുടെ ദിനചര്യ ആകെ മാറും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു സുഖമില്ലാതെ വീൽ ചെയറിൽ വന്നാലും വർക്ക് ചെയ്യാം. പിന്നെ നിങ്ങളെ മദ്രാസ് ബ്രാഞ്ചോ ഡൽഹി ബ്രാഞ്ചോ അവിടെ ഉദ്ഘാടനത്തിന് നിങ്ങളെല്ലാവരെയും ഫ്ലൈറ്റിൽ കൊണ്ടുപോയെന്ന് ഞാൻ അറിഞ്ഞു. ഞാനിതൊരിക്കലും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് എന്നോട് ഭാഗ്യമില്ല. പലതും വരും, അതങ്ങ് മിസ്സായി പോകും. അപ്പം നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്. റിട്ടയർമെൻ്റ് ഇല്ല, അത് മഹാഭാഗ്യമാണ്. എന്നും നിങ്ങൾക്ക് വരാം. റിട്ടയർമെൻറ്റിൽ ഇല്ലെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നും ഇതുവരെ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കും. റിട്ടയർമെൻറ്റ് വരുമ്പോൾ എല്ലാവരും വയസ്സായി പോകും. ഞാൻ ഈ നിൽക്കുന്നത് എൻ്റെ പാട്ടിലാണ്. ഞാൻ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാട്ടിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി, കൂടുതൽ പഠിക്കാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഒരുപാട് വേദികളിൽ ഞാൻ ധാരാളം ക്ലബ്ബുകളിലൊക്കെ പാടുന്നുണ്ട്. ഇവിടെ ആദ്യം ഈ കരോക്കെ ഇല്ലാതെയാണ് ഇവിടെ ആദ്യം പാടി. അപ്പം സിന്ധുവും വിനോദവും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വിനോദേ, സിന്ധു, നമുക്ക് കരാക്കയിൽ പാടണം. നമ്മുടെ ബുദ്ധിജീവികൾ പറയും കരാക്കയിൽ പാടാൻ പാടില്ല എന്ന് പറയും. കരാക്കയിൽ പാടുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുമ്പോൾ നമ്മുടെ സ്റ്റൈലിൽ പാടും. കരാക്കയിൽ പാടുമ്പോൾ അതിൻ്റെ ശ്രുതി കറക്റ്റായിരിക്കണം, താളം കറക്റ്റായിരിക്കണം, എങ്കിൽ മാത്രമേ കരാക്കയിൽ പാടാൻ പറ്റൂ. കരാക്കയിൽ പാടുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മളൊരു താളം മേളങ്ങൾ വെച്ച് പാടുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് പാടാം. നമ്മൾ താളം തെറ്റിച്ച് കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇതിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും നടക്കില്ല. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ വിചാരിച്ചിരുന്നു. ഇവിടെ ഹരി എനിക്കറിയാം. ദൈവമേ, ഈ ഇവിടെ കരാക്കെ വന്നിട്ട് ഹരി ഓപ്പറേറ്ററായി വരണം എന്തെൻ്റെ മനസ്സിലൊരു ആഗ്രഹം. ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഹരി തന്നെയാണ് ഓപ്പറേറ്റർ. ഹരിയെ പലർക്കും അറിയില്ല. ഹരി തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന 5 ഈ സൗണ്ട് ഓപ്പറേറ്റർമാരിൽ മികച്ച ഒരാളാണ് ഹരി. ഹരി ഞാൻ പാടുന്ന ശ്രുതി എന്നുള്ള ഒരു ഗ്രൂപ്പിലുണ്ട്. ഹരിക്ക് അടിയും പിടിയാണ്. ഹരി ഇവിടെ വന്നത് നമ്മുടെ മഹാഭാഗ്യമാണ്. ഹരി എല്ലാവരെയും മനസ്സിലാക്കും. ഇത് എങ്ങനെയാണ് പാടുന്നത്, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഹരിയെപ്പറ്റി 2 വാക്ക് പറഞ്ഞോളാം. ഹരി ഈ JCB വലിയ ലോറിയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാളാണ്. ഏതോ ഒരു സുഹൃത്തിന് ജാമ്യം നിന്നു, എല്ലാം നശിച്ചു, 0 ആയി. പിന്നെ ഈ പാട്ടും ഇതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഇതിലോട്ട് തിരിഞ്ഞു. അവസാനം ഇതിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. വളരെ സാധുവായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളെ വളരെ കുറഞ്ഞ കാശിനാണെന്ന് തോന്നുന്നു ഹരി ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹരിക്ക് വളരെ ഒരുപാട് പ്രോഗ്രാം ബുക്കിങ്ങാണ്. ഹരിയെ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ ഭാഗ്യമെന്ന് തന്നെ പറയാം. പിന്നെ ബന്ധുജന ശബ്ദം നമ്മുടെ സിന്ധുവിനെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുന്നു. സിന്ധു ഇന്നത്തെ സിന്ധു അല്ല. പണ്ട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊക്കെ ദേഷ്യം വരും. സിന്ധുവിൻ്റെ മാത്രമല്ല, നമ്മുടെ വിനോദിനും ചേഞ്ചുണ്ട്. വിനോദ് ഭയങ്കര ചൂടനായിരുന്നു. വിനോദിൻ്റെ ചേഞ്ച്, ചിട്ടയായിട്ടുള്ള ജീവിതം. എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ കേൾക്കാം, വിനോദ് അന്ന് ഓഫീസിൽ പോയോന്ന്. 10 മണി 10:15 10:30 ആകുമ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞാലും ഒറ്റ പോക്കാണ്. അങ്ങനെ ചിട്ടയായ ജീവിതം. വിനോദും പാടും. വിനോദ് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. വിനോദിൻ്റെ ആ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. സിന്ധുവിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ടൈപ്പിസ്റ്റായിരുന്നു, പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നെ ജോയിൻറ്റ് ഡയറക്ടറായി. പിന്നെ സിന്ധുവിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്ന കഷ്ടകാലം തന്നെയായിരുന്നു. വളരെ പിടിച്ച ഒരു കാലമായിരുന്നു. ആദ്യം അവളുടെ
ഭർത്താവ് മരിച്ചു. പിന്നെ അച്ഛൻ മരിക്കുന്നു, എൻ്റെ കൊച്ചച്ഛൻ മരിക്കുന്നു, കോവിഡ് സമയത്ത് കൊച്ചച്ഛൻ മരിക്കുന്നു. പിന്നെ അവിടെ ചേച്ചി മരിക്കുന്നു. എവിടെ കല്യാണം ഉണ്ടെങ്കിലും, നമ്മുടെ ബന്ധുക്കളെ കല്യാണം ഉണ്ടെങ്കിലും തലേ ദിവസമൊക്കെ തല കാണിച്ചിട്ട് ഇവിടെ ചർവിക്കളയും. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഈ ഡ്യൂട്ടിക്ക് വരാൻ വലിയ താല്പര്യമായിരുന്നു. വളരെ ചുറിയുറുക്കാണ്, ഒരു പ്രത്യേക എനർജിയാണ്. സാറിന് ചില ആൾക്കാർ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ മൂഡ് കാണില്ല. ചില ആൾക്കാർ പറയാറില്ലേ ജോലി കിട്ടിയിട്ടാണ് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ. അങ്ങനെ ഒരു സ്വഭാവമൊന്നുമില്ല. അവൾ ചുറിയുറുക്കോടുകൂടി ഓഫീസിൽ വരും. പക്ഷേ ഇവൾക്ക് ഇത്രയും വേദനകൾ വന്നിട്ടുമൊക്കെ അവൾ പിടിച്ചു. അതിന് കാരണം ഇവിടെ വർക്ക് ചെയ്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കൂളായിട്ട് ചേച്ചി മരിക്കുമ്പോഴും ചേച്ചിയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ പോയി പൂജ നടത്തും ഇതിനിടയ്ക്ക്. അങ്ങനെ ഇപ്പം പലരും അവളെ കല്യാണ കാര്യത്തിനായിട്ട് നിർബന്ധിക്കുമായിരുന്നു. നമുക്ക് നീ വേറെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിലും ഉറച്ച ഒരു തീരുമാനം എടുത്തു. അവൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ട്. ഇപ്പം പല വേദികളിലുമൊക്കെ സിന്ധു പ്രസംഗിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ബന്ധു കണ്ടിട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലിട്ടു. അപ്പോൾ എന്നെ വിളിച്ചു, സിന്ധു നന്നായിട്ട്. ഞാൻ പറഞ്ഞു പഴയ സിന്ധു അല്ല, നന്നായിട്ട് സംസാരിക്കും, ഒരുപാട് പഴയതുപോലെ ദേഷ്യമൊന്നുമില്ല, ആത്മസംയമനം പാലിക്കുന്നുണ്ട്. അങ്ങനെ സിന്ധുവിന് വളരെ ചേഞ്ചാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ്. അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഞാൻ ഗാനസദസ്സിൽ വരുമ്പോൾ എല്ലാവരും വളരെ ആക്റ്റീവാണ്. എല്ലാവരും നല്ല പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നു. പിന്നെ ഓഫീസിലെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ. ഞാനും സ്ത്രീകളുള്ള സെക്ഷനിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. പെണ്ണുങ്ങൾ ചെറിയ പ്രശ്നക്കാരാണ് തമ്മിൽ അതറിയാം. പിന്നെ എൻ്റെ പ്രിയങ്കരനായ ബാലേന്ദ്രൻ ചേട്ടന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നാരായണീയത്തിലെ ഒരു ശ്ലോകം പാടിക്കൊണ്ട് ഞാനിത് ഉപസംഹരിക്കുന്നു. യോഗീന്ദ്രാണാം ത്വദംഗേഷധികസുമധുരം മുക്തിഭാജാനിവാസോ ഭക്താനാം കാമവർഷദ്വിതരുകിസലയം നാദാദേ പാദമൂലം നിത്യം ചിത്തസ്മിതമേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാന പ്രതിസതു പരമാനന്ദ സന്തോഗലക്ഷ്മീ പ്രതിസതു പരമാനന്ദ സന്തോഗലക്ഷ്മീ അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേത സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം സ്വപ്രസാദായ ഭൂയാ ദേദാ നാരായണീയം രിഹമിഹ കുരുദാ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. കൃഷ്ണ. ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ചന്ദ്രമോഹൻ സാറിനെ ക്ഷണിച്ചോളും. നമസ്കാരം. ആദരണീയ ചെയർമാൻ, പ്രിയപ്പെട്ട സിന്ധു, ഇന്ന് സിന്ധുവിന് വേണ്ടി സംസാരിച്ച അജയ് സാർ, ജയ, മഞ്ജു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
അപ്പോൾ ഞാൻ ഇത് കേൾക്കണം എന്ന വ്യക്തി എന്ന നിലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇടപെടുന്ന ആളാണ്, എല്ലാ വ്യക്തികളും. ഇപ്പം സിന്ധു എന്ന വ്യക്തി ഒരുപാട് അറിവ്, സ്കില്ല്, നോളജ്, എക്സ്പീരിയൻസ്, വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാണ്. ആ സിന്ധു കുടുംബത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്, അല്ലെങ്കിൽ കുടുംബത്തിൽ സിന്ധു എന്ന വ്യക്തി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അതാണ് നമ്മൾ ശ്രീ അജയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത്. സിന്ധുവിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്. ഇവിടെ ശ്രീ വിനോദ് അധ്യക്ഷ പ്രസംഗത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. സിന്ധു ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് കുടുംബത്തിൽ? ഇപ്പോൾ കുടുംബത്തിലെ ആളുകളെ കൂട്ടി യോജിപ്പിക്കുന്നതിൽ സിന്ധുവിൻ്റെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെട്ടതായിരുന്നു? എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ സിന്ധു അത് സോൾവ് ചെയ്യാനായിട്ട് എത്രത്തോളം എഫർട്ട് എടുക്കുന്നു? സോൾവ് ചെയ്യുന്ന ആളാണോ അതങ്ങനെ പിരിക്കുന്ന ആളാണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയണ്ടേ. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടായ്മയാണ്. ഏറ്റവും വലിയ ആദ്യത്തെ നമ്മുടെ എന്താ പറയുക ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള സിന്ധുവിൻ്റെ ഇടപെടലുകൾ, ആ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള മറ്റാളുകളുടെ ഇടപെടൽ, അതൊക്കെ കേൾക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ അത്രത്തോളം വ്യക്തമായിട്ട് ശ്രീ അജയൻ ഇവിടെ അത് സൂചിപ്പിച്ചില്ല. ഇനി വരുന്ന ആളുകളെങ്കിലും വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തി കുടുംബത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് എണ്ണി എണ്ണി പറയണം. ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ വ്യക്തിയെ സഹായിച്ചത് BSS അതിൻ്റെ ആ ഒരു ജീവിതമാണ്. BSS വളർന്നു വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത കരുത്ത്, അറിവ്, അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ സാമ്പത്തികവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയണം. ആ ഇമ്പാക്റ്റ് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എന്ത് ഇമ്പാക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ഇവിടെ ശ്രീ അജയൻ വേറൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, ഒരു ഗ്രൂപ്പിനെ കുറിച്ച്. സിന്ധുവിൻ്റെ ബന്ധുക്കളൊക്കെ ചേർന്ന ഒരു കുടുംബ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ഗ്രൂപ്പിൽ എന്താണ് സിന്ധുവിൻ്റെ ഇമ്പാക്റ്റ്? സിന്ധു ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ് ആ ഗ്രൂപ്പിൽ? ആ ഗ്രൂപ്പ് ഉണ്ടായിട്ട് കുറേ വർഷങ്ങളുണ്ടായി. ആ ഇത്രയും വർഷങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 2024 എന്നുള്ള വർഷത്തിൽ സിന്ധു ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? അവരുടെ വളർച്ചയിൽ, അവരുടെ കൂട്ടായ്മയിൽ, അവരുടെ ഇടപെടലുകളിൽ, അവരുമായിപ്പെട്ട എന്തോ ആവട്ടെ, എന്ത് ഇമ്പാക്റ്റാണ് സിന്ധു ഉണ്ടാക്കിയത്? അത് ശ്രീ അജയൻ ഇവിടെ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. അതൊക്കെ വേണം. അങ്ങനെ നോക്കിയാൽ സിന്ധു SSLCക്ക് പഠിച്ചിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അല്ലേ സിന്ധു? ആ ഗ്രൂപ്പിൽ സിന്ധുവിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ ഇവിടെ വരണം. അതുപോലെ സിന്ധുവിന് അനവധി ഗ്രൂപ്പുകളുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ആ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സ്വാഭാവികമായി ആ അസോസിയേഷനിൽ ഒരു അംഗമായ സിന്ധു എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് നമ്മളോട് പറയണ്ടേ അസോസിയേഷനകത്ത്? അത് പറഞ്ഞില്ല. വേറെ അസോസിയേഷനാണല്ലേ. അപ്പോൾ അത് എന്തായാലും നോക്കണമായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ സമൂഹത്തിൽ വിവിധ പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ആളുകളാണ്. റെസിഡൻസ് അസോസിയേഷനിൽ അംഗമായിരിക്കാം, കുടുംബത്തിൽ അംഗമായിരിക്കാം, കുടുംബ കൂട്ടായ്മയുടെ അംഗമായിരിക്കാം, അതുപോലെ നമ്മുടെ സമകാലീനരുടെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അംഗങ്ങളായിരിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളിവിടെ ഈ സ്ഥാപനത്തിലെ ഒരു മെമ്പർ കൂടിയാണ് അല്ലേ. ഇവിടെ സിന്ധുവിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ജയശ്രീകുമാർ അതിവിടെ സൂചിപ്പിച്ച് പോയായിരുന്നു. കാരണം ശ്രീ അജയൻ എന്തൊക്കെ പറയുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്ത് കളഞ്ഞത്. എനിക്ക് ഓർമ്മയുള്ളത് സിന്ധു ഏതാണ്ട് ഒരേ സമയത്തൂടെ വരുന്നതാണ്. സിന്ധു വരുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ തന്നെയാണ് ഇവിടെ നമ്മുടെ ടൈപ്പിസ്റ്റൊക്കെ. മഞ്ജു തന്നെയാണ് ഓടി നിന്ന് ടൈപ്പ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അവിടേക്കാണ് സിന്ധു വരുന്നത്. സിന്ധു ശരിക്കും നന്നായി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രോജക്റ്റൊക്കെ ടൈപ്പ് ചെയ്യുന്ന വേറൊരു കുട്ടിയാണ് മൃദുല. അവൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം മൃദുലയും കമ്പ്യൂട്ടറിനെയും കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചത്. അപ്പോൾ ആദ്യമായി സിന്ധുവിനൊരു ചലഞ്ച് ഈ ഓഫീസിൽ അനുഭവപ്പെടുകയാണ്. സിന്ധുവിന് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലെ ടൈപ്പ് ചെയ്യാൻ അറിയോ, മറ്റേ കുട്ടിക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിയാം. ആ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത് സേവ് ചെയ്ത് വയ്ക്കും, അതിന് മെമ്മറി ഉണ്ട്. സിന്ധു ടൈപ്പ് ചെയ്യുന്നതിന് മെമ്മറി ഇല്ല, സിന്ധു റീടൈപ്പ് ചെയ്യണം. ഒരു ചലഞ്ച് ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സിന്ധുവിൻ്റെ ആ ഒരു കഴിവ് ഞാൻ അവിടെയാണ് മനസ്സിലാക്കുന്നത്. സിന്ധു വൈകുന്നേരം ക്ലാസ്സിന് പോയി തുടങ്ങി, കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി, അത് പഠിച്ചു. സിന്ധു ശ്രമിച്ചിട്ടാണ് മൃദുല ഔട്ടായെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും മൃദുലയില്ല, സിന്ധു ഇവിടെ സജീവമായി വരികയും ചെയ്തു. എന്തായാലും അതിനകത്തൊരു എക്സ്പെർട്ടായി മാറി. ഇതൊരു നല്ല കാര്യമാണ്. സിന്ധുവിൻ്റെ പൊസിഷൻസിലുണ്ടാകുന്ന വളർച്ച ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം ജോയിൻറ്റ് ഡയറക്ടറാണ്. ഈ ഓരോ വളർച്ചയിലും സിന്ധു എന്ന വ്യക്തിയിൽ പൊസിഷനിലുണ്ടാകുന്ന വളർച്ച
സ്വാഭാവികമായിട്ട് സ്ഥാപനത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഇവിടെ ആരെങ്കിലുമൊക്കെ പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പെട്ടെന്ന് ഇവിടെ ശ്രീമതി പേര് മറന്നുപോയി, രഞ്ജിനി ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കരുതി സിന്ധു എന്ന വ്യക്തി അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ, സിന്ധു ടൈപ്പിസ്റ്റായിട്ട് വന്നു, ഇപ്പോൾ ജോയിൻറ്റ് ഡയറക്ടറായി മാറിയിരിക്കുന്നു. ഇതിനിടയിൽ സിന്ധു എന്ന വ്യക്തി ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയെടുത്ത ഇഫക്റ്റുകൾ, ഇമ്പാക്റ്റുകൾ സിന്ധു കൈകാര്യം ചെയ്തുകൊണ്ട്, സിന്ധുവിൻ്റെ പാർട്ടായിട്ട് നിന്നുകൊണ്ട് സിന്ധു ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എന്തൊക്കെ മെച്ചങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് സ്ഥാപനത്തെ സ്വാധീനിക്കും. സിന്ധു ആണ് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ഫോണിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൻ്റെ അഫിലിയേഷൻ എടുക്കുന്ന ആളുകൾ, കോർഡിനേറ്റേഴ്സ്, സ്റ്റുഡൻസ്, അവരുടെ പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ സിന്ധുവിനെ വിളിക്കും. അവരോടുള്ള സിന്ധുവിൻ്റെ ആ ഇടപെടലുകൾ, സംഭാഷണങ്ങൾ, മറുപടികൾ, സമയത്ത് കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നതിനുള്ള വേഗതകൾ, ഇതൊക്കെ ആത്യന്തികമായി സിന്ധുവാണ് ചെയ്യുന്നതെങ്കിലും ഇമ്പാക്റ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്ഥാപനത്തിൽ, അല്ലേ? സ്ഥാപനത്തിൻ്റെ സൽപ്പേര വർദ്ധിക്കുന്ന സിന്ധു മുഖേന അല്ലെങ്കിൽ സിന്ധു മുഖേന ഉണ്ടായ ഇമ്പാക്റ്റാണ് സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സിന്ധു സ്വാഭാവികമായിട്ടും സ്ഥാപനത്തിന് സഹായിച്ചു എന്ന് പറയും. തിരിച്ച് ഈ അഫിലിയേഷൻ എടുക്കാൻ വരുന്ന ആളുകളോടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോടോ നെഗറ്റീവായി പറഞ്ഞാലോ? അങ്ങനെ സംഭവിക്കാമല്ലോ, അല്ലേ? നമ്മൾ വളരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. നമ്മൾ അറിയില്ല നമുക്ക് ആ അഹങ്കാരം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പോലും നമ്മൾ അറിയില്ല. പണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ളൂ, ഞാൻ ജനറൽ സെക്രട്ടറിയുടെ അനുജനാണ്. ഒരു ക്ലാസിക് സംഭവമാണ്. അപ്പോൾ ഞാൻ ശരിക്കും ദേഷ്യപ്പെടും, സിന്ധുവായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം സിസിക്ലി മാഡം അന്ന് ഇവിടെ വർക്ക് ചെയ്യണം. സിസിക്ലി മാഡം പറഞ്ഞൊരു ഡയലോഗാണ്, ആനയും പേടിക്കണം, ആന പിണ്ടത്തെയും പേടിക്കണം. എനിക്ക് ആ വാചകത്തിൻ്റെ അർത്ഥം ശരിക്കും നന്നായി മനസ്സിലായി. അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടാ നീ ആരെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? ഞാൻ സ്റ്റാഫുകളോട് ഉണ്ടാക്കുന്ന വഴക്ക് എന്നോട് ചോദിച്ചു. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി നമ്മൾ ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നീട് പഠിച്ചെടുത്തൊരു പാഠമാണ്. എനിക്ക് സിന്ധുവിനോട് പറയാനുള്ളത് അതാണ്. അഫിലിയേഷൻ വിളിക്കുന്ന ആളുകളോ മറ്റാളുകളൊക്കെ ആവട്ടെ, അവരുടെ ഒരു പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോഴാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. ആ കോൺടാക്റ്റിൻ്റെ മറുതലയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തും ആവട്ടെ, അവരുടെ താല്പര്യങ്ങൾ എന്തുമാവട്ടെ, ആത്യന്തികമായി അവർക്ക് പോസിറ്റീവായി തോന്നുന്ന ശൈലിയിലേ നമ്മൾ മറുപടികൾ കൊടുക്കാവൂ. അത് സിന്ധു എന്ന ജോയിൻറ്റ് ഡയറക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജോയിൻറ്റ് ഡയറക്ടർ എന്ന നിലയിൽ സിന്ധു അതിനെ വിഘാതമായിട്ട് ഏതെങ്കിലും ഡയലോഗ്സ് പറഞ്ഞാൽ അത് കറങ്ങി തന്നെ ആരെങ്കിലുമൊക്കെ അറിയും. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും സ്ഥാപനത്തിന്. ഞാനത് സിന്ധുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ബാധകമാണ്. നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ സ്ഥാപനത്തിന് പോസിറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നെഗറ്റീവായ ഡയലോഗ്സ്, നമ്മുടെ താല്പര്യങ്ങളാവാം, നമ്മുടെ ഏതെങ്കിലും ഇഷ്ടക്കേടുകളാവാം, എന്തെങ്കിലും ആവാം, നമ്മൾ പറയുന്ന ആ മറുപടിയിൽ അത് പ്രതിഫലിക്കുമ്പോൾ അത് സ്ഥാപനത്തിന് നെഗറ്റീവായി ബാധിക്കും. അപ്പം നമ്മൾ ആത്യന്തികമായി സമൂഹത്തിൽ വളർന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ വളർച്ച നമ്മളോട് പറയേണ്ടത് മറ്റുള്ളവരാണ്. അവർ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു വലിയ കാര്യം. അപ്പോൾ ഇനി അടുത്ത ബന്ധുജന ശബ്ദം വിലയിരുത്തുമ്പോൾ ഈ ഇമ്പാക്റ്റുകളൊക്കെ വിലയിരുത്തണം. സ്ഥാപനത്തിൽ വ്യക്തി എന്ന നിലയിൽ നമ്മളുണ്ടാക്കിയ ഇമ്പാക്റ്റ്, അതോടൊപ്പം സ്ഥാപനം സിന്ധു എന്ന വ്യക്തിയിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതും പറയണ്ടേ. അതിവിടെ എനിക്ക് തോന്നുന്നു ജയ ശ്രീകുമാറും വിനോദും അതുപോലെ ശ്രീ അജുകുമാറും ഒക്കെ കുറേശ്ശെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല സിന്ധു വേഗം ദേഷ്യം വരുന്ന എന്നൊക്കെയുള്ള ശൈലിയിൽ ശ്രീ അജുകുമാർ സൂചിച്ചു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. സിന്ധുവിൻ്റെ ആ സംസാരിക്കുന്ന ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ പലരും ചോദിച്ചു അത്രേ, സിന്ധു ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ആ വീഡിയോ കണ്ടപ്പോൾ അതെ, സിന്ധു ഇപ്പോൾ നന്നായി സംസാരിക്കും, ഞാൻ വീട്ടിലെ ജീവിതത്തോട് എപ്പോഴും പറയാറുണ്ട് എന്ന് മനോഹരമായിട്ടാണ് സിന്ധു സംസാരിക്കുന്നത്. ശബ്ദത്തിൻ്റെ ആ ഗാംഭീര്യവും ദൃഢതയും വ്യക്തതയും ഒക്കെ സിന്ധുവിൽ പതുക്കെ ഉണ്ടായി വന്നതാണ്. അതൊരു വളർച്ചയാണ്. ആ വളർച്ചയുടെ കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സ്ഥാപനമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഈ കേൾക്കുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ പൈസ വാങ്ങുന്നുണ്ടല്ലേ? മനസ്സിലായില്ല ചോദ്യം? ഈ കഥയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കേൾക്കുന്നതിന് നിങ്ങൾ പൈസ വാങ്ങുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ലോകത്ത് എവിടെയെങ്കിലും പൈസ തന്ന് ഇതുപോലെ കേൾക്കാനൊരു അനുവാദം, അവസരം ആരെങ്കിലും തരുന്നതായി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പല ആഴ്ചകളിലും ഇവിടെ പാട്ട് കേൾക്കാറുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ തരൂലേ? ശമ്പളമായിട്ട് കിട്ടുന്നതേ ആ പാട്ട് കേട്ടാനും കൂടെ ചേർത്തിട്ടാണല്ലോ. ഇവിടെ കവിസദസ്സ്, ഗാനസദസ്സ്, അതുപോലെ ഈ ബന്ധുജന ശബ്ദം, അതുപോലെ ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാമുകളിലൂടെയൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ
നിങ്ങളുടെ സമയം കളഞ്ഞു എന്ന തോന്നലല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത്. നിങ്ങളുടെ പലതരത്തിലുള്ള കപ്പാസിറ്റിയെ ബിൽഡ് ചെയ്യാൻ പലതരം പ്രോഗ്രാംസ് ഒരു തുന്നി ചേർക്കുകയാണ്. അതും കൂടെ ചേരുമ്പോഴേ നിങ്ങൾ ആവുള്ളൂ. അതിലൂടെ നിങ്ങൾ വളരുക എന്നുള്ളതാണ്. അല്ലേ, ആ വളർച്ച എവിടെ ഗുണപ്പെടണം? സ്ഥാപനത്തിലും നിങ്ങളിലും, നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബത്തിലും, ഈ പറഞ്ഞ കുടുംബ കൂട്ടായ്മകളിലും, റെസിഡൻസ് അസോസിയേഷനിലും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയിൽ, എന്നിട്ട് എല്ലായിടത്തും പ്രതിഫലിക്കണം. അങ്ങനെ പ്രതിഫലിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിന് ഗുണകരമായി മാറും. അല്ലേ, നമ്മളൊരു സമൂഹത്തെ ചേഞ്ച് ചെയ്യുന്ന പ്രസ്ഥാനമാണ്. സോഷ്യൽ ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പല ശൈലിയിലാണ്. ഈ പ്രോഗ്രാം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, സമൂഹത്തിൽ ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബോധപൂർവ്വം മനഃപൂർവ്വം ചെയർമാൻ ഈ പരിപാടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഇമ്പാക്റ്റ് എന്താണെന്ന് പറയാൻ അതാത് മേഖലയിൽ നിന്ന് ആളുകൾ വരണം. അടുത്ത പ്രാവശ്യം ഒരു ബന്ധുവിനെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അനവധി ബന്ധുക്കൾ വിളിക്കണം. നിങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ വരണം. കുടുംബവുമായി ബന്ധിപ്പിച്ച ഒരാൾക്ക് ചിലപ്പോൾ അസോസിയേഷനുമായി ബന്ധിപ്പിച്ച കാര്യം പറയാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളിൽ ഒരാൾ വന്നാൽ അതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ പറയും, സ്ഥാപനത്തുമായി ബന്ധിപ്പിച്ച് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്കൊരു വ്യക്തത ഉണ്ടാവുക. നമ്മൾ ഈ കഴിഞ്ഞ 20, 25, 30 വർഷമായി ഇവിടെ ജീവിച്ചിരുന്നു. അതിനിടയിൽ നമ്മൾ വളർന്നു. നമ്മൾ അനവധി ഇമ്പാക്റ്റുകൾ പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇമ്പാക്റ്റുകൾ ആരെങ്കിലുമൊക്കെ പറയണ്ടേ? പറയണോ വേണ്ടയോ? ഞാൻ കഴിഞ്ഞ ദിവസം സിന്ധു സുരേഷിനോട് സംസാരിക്കുകയായിരുന്നു. ശരിക്കും സിന്ധു സുരേഷിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ലായിരുന്നു. സിന്ധു സുരേഷ് എന്തെല്ലാം ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഉണ്ടാക്കിയത്. ഒരാളത് മെൻഷൻ ചെയ്യാതെ പോലും പോയി. സിന്ധു മെനക്കെട്ട് പോയി ലോൺ വാങ്ങിച്ചു കൊടുത്ത് സെറ്റിലാക്കി ലൈഫ് മെച്ചപ്പെട്ട നിലയിലെത്തി എത്ര ആളുകളുണ്ട്. ഒരു കുഞ്ഞു പോലും അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചില്ല. സൂചിപ്പിച്ചോ? ഉണ്ട്. സിന്ധു സുരേഷിന് ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് കപ്പാസിറ്റി ഉള്ള കക്ഷിയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ആരും മെൻഷൻ ചെയ്ത് കണ്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും. അടുത്ത ബന്ധുജന ശബ്ദം ആരുടേതാണെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയാൻ കൂട്ടിയായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ബന്ധുജന സഖ്യം എന്ന് പറയുന്നത് നമ്മൾ വിവിധ മേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് സൂചിപ്പിക്കാനുള്ള ഒരു പരിപാടി കൂടിയായി മാറണം. എന്തായാലും ഈ പ്രോഗ്രാം വിഷ്വലൈസ് ചെയ്ത എൻ്റെ ചേട്ടൻ കൂടിയായ ചെയർമാന് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരു അടിപൊളി പ്രോഗ്രാമാണ്. എനിവേ സിന്ധു, എല്ലാ ആരോഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത് സംസാരിക്കാനായി ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സിന്ധുവിനെ പറ്റി പറയാൻ എന്ത് പറയട്ടെന്നാണ്. 30 വർഷമായി സിന്ധുവും ഞാനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളതും അടിയുണ്ടാക്കിയിട്ടുള്ളതും വഴക്ക് പറഞ്ഞിട്ടുള്ളതും ചീത്ത കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഞാനും സിന്ധുവുമായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട്, അല്ലാതെ വ്യക്തിപരമായിട്ടൊന്നും അല്ല, ജോലിയുടെ ഭാഗമായിട്ട്. കാരണം കൂടുതലും ഞാൻ ചെയ്യുന്നത് വൊക്കേഷൻ എഡ്യൂക്കേഷൻ ആ മേഖലയിലാണ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന അഫിലിയേഷനും കാര്യങ്ങളും പല സെൻറ്ററുകളെ വിളിക്കുന്നതും ചിലപ്പോൾ കൊടുക്കുമ്പോൾ സിന്ധു ചിലപ്പോൾ ചെയ്തില്ല, എനിക്ക് എന്ത് സിന്ധു ചെയ്യാതെയോ മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ എല്ലാം. പക്ഷെ എന്തായാലും സിന്ധു എപ്പോൾ എന്ത് ജോലി കൊടുത്താലും ഒരു തവണ പോലും പറ്റത്തില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആയാലും എന്ത് ഉത്തരവാദിത്വം എന്ത് സിന്ധുവിനെ കൊണ്ട് പറ്റിയില്ലെങ്കിലും സിന്ധു എന്തെങ്കിലും മറ്റുള്ളവരടുത്ത് ചോദിച്ചിട്ടെങ്കിലും അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സെൻറ്ററുകൾക്ക് ഒരുപാട് ലെറ്റർ, നമ്മളിപ്പോൾ ശരിക്കും അഫിലിയേഷൻ മാത്രമല്ല, ഇപ്പോൾ പുറത്തു പോകുന്നവർക്ക് തന്നെ ഒത്തിരി ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്നും ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെല്ലാം മറുപടി കൃത്യമായി തന്നെ സിന്ധു ചെയ്തു തരുന്നുണ്ട്. സിന്ധുവിനെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും, ഇത് മാത്രമല്ല സാർ ഇപ്പോൾ പുതിയ ഒരുപാട് പരിപാടികൾ സിന്ധുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹോണറിൻ്റെ പരിപാടി, ജോബ് ഡേ, ഇതിൻ്റെ ജോലികൾ, ഇതെല്ലാം എല്ലാത്തിലും സിന്ധുവിൻ്റെതായിട്ടുള്ള കഴിവ്. സിന്ധു എന്തായാലും ഫുൾ ടൈം, ശരിക്കും പറഞ്ഞാൽ സിന്ധു ഒരു BSS തന്നെയാണ്. സിന്ധുവിനെ വീട്ടിലേക്കാട്ടി ഇരിക്കാൻ സിന്ധുവിന് ഇഷ്ടം ഇവിടെയാണ്. സിന്ധു ചിലപ്പോൾ പറയും ഇവിടെ ഒരു പായും തല്ലവണ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം, വീട് വരെ പോവേണ്ടല്ലോ, ഞാൻ പോയി ഒറ്റയ്ക്ക്. ഇപ്പം ഈയിടെയായിട്ട് പറയുന്നതാണ്, ഒറ്റയ്ക്ക് പോകണ്ടേ, അവിടെ ആരും ഇല്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഒക്കെ ഒത്തിരി വിഷമങ്ങളാണ് ടീച്ചറെ. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സിന്ധുവിനെ എനിക്ക് അത്ര കുടുംബവുമായിട്ടും എനിക്ക് നല്ല അടുപ്പമുള്ള ആളായതുകൊണ്ടാണ്. സിന്ധു ഒരുവിധപ്പെട്ട വിഷമങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്. എല്ലാം സാരമില്ല, അപ്പം നമ്മളെ ജീവിതമല്ലേ, എന്തെങ്കിലും എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ നമുക്കത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ സിന്ധു അതെല്ലാം തരണം ചെയ്ത് എപ്പോഴും വഴക്കുണ്ടാക്കുമെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെ സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം. സിന്ധുവിന് ഇനിയും ദൈവം എല്ലാവിധ ഞാൻ എങ്ങനെ ആശംസിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സിന്ധു അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു എന്ന് വേണം തന്നെ പറയാൻ. അതുകൊണ്ട് സിന്ധുവിന് ഇനിയും BSSലേക്ക്
ഒരുപാട് നാൾ വന്ന് ഒരുപാട് ജോലികൾ ചെയ്യാനും നമ്മളെ സഹായിക്കാനും നമുക്കും പറ്റട്ടെ, സിന്ധു നമ്മളോടുകൂടെ ജീവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സിന്ധുവിന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു. അടുത്തതായി സംസാരിക്കാനായി പ്രോജക്റ്റ് ഡയറക്ടർ ബിന്ദു മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സിന്ധു ചേച്ചിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉള്ള ഇതില്ലെങ്കിലും ഇവർ പറഞ്ഞതൊക്കെ ഇപ്പോഴാണ് ഞാനും ഈ പ്രോഗ്രാം പലപ്പോഴും നമ്മൾക്ക് തോന്നി എന്ത് പറയാനെന്ന് തോന്നുമ്പോഴും പലരും വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കും ഒരു തിരിച്ചറിവാണ് പലതും. നമ്മളിലോട്ട് തന്നെ നമ്മൾ നോക്കും, ഈ പറഞ്ഞവരെക്കുറിച്ച് പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്നുള്ള ചിന്തയും പറയും. നമ്മളെപ്പോഴും അവരുടെ നെഗറ്റീവ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും, ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. നെഗറ്റീവ്സ് നമ്മൾ കാണാൻ ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് നമ്മൾ ആരെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ എങ്ങനെയാണ്, പക്ഷേ അവരുടെ പോസിറ്റീവ്സ് എടുത്ത് പറയുമ്പോൾ ശരിയാണല്ലോ. സിന്ധു ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണ്, ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചുറുചുറുക്ക് സിന്ധു ചേച്ചിയുടെ ഒരു പര്യായമാണ്. സിന്ധു ചേച്ചി ഒരിക്കലും ഇങ്ങനെ ഒരു ചടഞ്ഞിരിപ്പ് കണ്ടിട്ടേ ഇല്ല, എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്, അത് സത്യമാണ്. ചിരിച്ച മുഖത്തോടു കൂടിയാണ് സിന്ധു ചേച്ചിയുടെ ഒരു രീതി. ടീച്ചറും നിബിസാറും എല്ലാം പറഞ്ഞ പോലെ എന്ത് അറിഞ്ഞുകൂടായെങ്കിലും ചെയ്യാനുള്ളൊരു അതൊക്കെ ഞാനും കണ്ടു. ഏത് പ്രോഗ്രാം ഏറ്റെടുത്താലും അതിൽ വളരെ ആക്റ്റീവാണ്. പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശരിയാണ്, ഒറ്റയ്ക്കൊരാൾ എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഇതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു രീതി ഞാൻ പല ഓഫീസുകളിലും വേറെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു അറ്റ്മോസ്ഫിയർ ഡിഫറൻസ് എന്ന് പറഞ്ഞത് മറ്റിടത്തും എല്ലാവരും പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലിനേക്കാൾ ഒരു പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പ് എല്ലാവരുടെയും വിശേഷങ്ങൾ തിരക്കുകയും പറയുകയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും. മഞ്ജു ടീച്ചർ എനിക്ക് തോന്നുന്നു ഈ ഒരു അങ്ങനെ ഒരു റിലേഷൻ എല്ലാവരുമായിട്ടും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടീച്ചറിനോട് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. രാവിലെ വരുമ്പോഴെല്ലാവരും ഒപ്പിടാൻ വരുമ്പോഴെല്ലാം ടീച്ചറിനോടെല്ലാം പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇത് തന്നെയാണ്. സിന്ധു ചേച്ചിക്ക് ദേഷ്യം ഞാനങ്ങനെ കണ്ടില്ല, പക്ഷെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കാണാം, ഉണ്ട് കുറച്ച്. പക്ഷെ അതിലേറെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് നെഗറ്റീവ്സ്, അത് നമ്മൾ പോലും അറിയില്ല. നിസാർ പറഞ്ഞ പോലെ നമ്മളറിയാതെ നമ്മളിലുണ്ടാകുന്ന അഹങ്കാരം നമ്മൾ വളരുമ്പോൾ ഉണ്ടാകുന്നു, അത് നമ്മൾ അറിയുന്നില്ല. മറ്റുള്ളവർ പറയാൻ ശരിയായത് അതൊരു തിരിച്ചറിവാണ്, വല്ലാത്തൊരു തിരിച്ചറിവാണ്. നമ്മൾ തിരിഞ്ഞു നോക്കണം. ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ബന്ധുക്കൾ വന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയാൻ ആഗ്രഹിച്ചുള്ളത് പറയില്ല, ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ പറയില്ല. പക്ഷേ നമ്മൾക്ക് സ്വയം തോന്നും ശരിയാണല്ലോ. മറ്റുള്ളവരെ പറയുമ്പോൾ നമുക്കും തോന്നും നമ്മൾക്കും അങ്ങനെ ഒന്നും ഉണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു തിരുത്തലിനും കൂടെയുള്ളൊരു വേദിയാണ്. നമ്മൾ ഓരോരുത്തരും എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് ആകും. മറ്റുള്ളവരെ പറയുമ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മളങ്ങനെയാണോ. ഇപ്പോൾ ഇവിടെ ലീനയെ പറഞ്ഞു, ലീനയുടെ മദറിൻലോയാണ് പറഞ്ഞത്. സിന്ധുവിനെ പറഞ്ഞപ്പോൾ സാർ സിന്ധു സത്യത്തിൽ സിന്ധു ഇല്ല, ഒരു സോറി പറഞ്ഞോണ്ട് ഞാൻ സിന്ധുവിനോട് ഈ പറഞ്ഞ പോലെ ഞാൻ സിന്ധുവിനോട് ദേഷ്യപ്പെട്ടു. സിന്ധുവിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ എടുത്തടിച്ചാൽ സിന്ധു തന്നെ പറഞ്ഞു, എടുത്തടിച്ച പോലെ സംസാരിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒന്നും പ്രതീക്ഷ കഴിക്കുമ്പോൾ സിന്ധു എപ്പോഴും അങ്ങനെ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ നിസാർ പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് സിന്ധു എത്രയോ CDS അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പേരെ സിന്ധു ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സിന്ധു ആ ഒരു വഴി കൂടെ സിന്ധുവിൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി സംസാരിച്ചു, എനിക്കറിയാം. അതൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മൾ ആ നെഗറ്റീവ്സ് ഇങ്ങനെ എടുത്ത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ എല്ലാവരുടെയും പോസിറ്റീവ്സ് മാത്രം. എനിക്ക് ഇതിലൂടെ ഞാൻ പേഴ്സണൽ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവ രൂപീകരണത്തിന് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു സ്വാധീനമുണ്ട്. എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മ വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ അമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അമ്മച്ചി ഞങ്ങളുടെ ഒപ്പമാണ് ഉള്ളത്. അപ്പോൾ ഈ ഫാമിലിയിൽ പലരും തന്നെ നെഗറ്റീവായിട്ടുള്ള ആരെങ്കിലും കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പറയാറിൽ കുറവാണ്. കാരണം എൻ്റെ അമ്മ അങ്ങനെ പറയില്ല. അത് കാരണം ഞങ്ങൾ പറഞ്ഞാലും വഴക്ക് പറയും. പറയുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പറയും, ഞങ്ങളോട് ചോദിക്കും പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ ഒരു നല്ല കാര്യവും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, അതുമാത്രം ഓർത്താൽ പോരെ എന്ന് ചോദിക്കും. ഇത് കുറേ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പെട്ടെന്നൊന്ന് നമുക്ക് തോന്നിയാലും പിന്നെ തിരിഞ്ഞു നോക്കൂ, ഈ വ്യക്തി ശരിയാണ്, നമ്മൾ ഇത്രയൊക്കെ ആണെങ്കിലും നമുക്ക് അന്ന് അത് ശരിയാണല്ലോ, പെട്ടെന്ന് നമ്മളെന്തൊരു തിരിച്ചറിവുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവരിലും നല്ല മോശപ്പെട്ടതും ചേർന്നാണ് മനുഷ്യൻ. എല്ലാം തിരുത്തി പോകാനും കൂടി ഈ ഒരു വേദി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. സിന്ധു ചേച്ചിക്ക് എല്ലാ ആശംസകളും.